പത്തനംതിട്ട ഏനാത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ താമസ സ്ഥലത്ത് നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. ബംഗാൾ സ്വദേശിയായ രാഹുലിന്റെ താമസ സ്ഥലത്ത് നിന്നാണ് 56 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടിയത്. വി ജയശങ്കറുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പറയും? അതായത് കീർത്തന, ഈ പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ എക്സൈസ് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏനാത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്യാമ്പിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത്. രാഹുൽ എന്ന് പറയുന്ന ബംഗാൾ സ്വദേശിയുടെ മുറിയിൽ നിന്ന് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 56 ഗ്രാം ബ്രൗൺ ഷുഗറാണ് ഈ എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് സംഘം നടത്തിയ പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ തൊണ്ടി മുതൽ ഉൾപ്പെടെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രാഹുലിനെയും ഈ എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ഏനത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും. വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ അതിമാരക രാസലഹരികളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു എന്നാണ് എക്സൈസിന് കിട്ടിയ രഹസ്യമായ വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഏറ്റവും ഒടുവിൽ ലഭിച്ച ഒരു പരിശോധന അടിസ്ഥാനത്തിലാണ് ഏനാത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ആ പരിശോധനയിലാണ് ഇത്രമാത്രം 56 ഗ്രാമോളം ഇത് ലഹരി വസ്തു പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാൽ ഈ ബ്രൗൺ ഷുഗറിൻ്റെ തൊണ്ടി ഉൾപ്പെടെ എക്സൈസ് പരിശോധിച്ചു. തുടർന്നും വരും ദിവസങ്ങളിലും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾക്കെതിരെ കർശനമായ പരിശോധന തുടരുമെന്നാണ് പത്തനംതിട്ടയിലെ എക്സൈസ് വ്യക്തമാക്കുന്നത്. കീർത്തന, ശരി, അങ്ങനെ ബ്രൗൺ ഷുഗർ പിടിച്ചു പത്തനംതിട്ടയിൽ നിന്ന് എന്നുള്ള വിവരമാണ് AV ജയശങ്കർ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ച വിവരം.